എം.വി. ജയരാജൻ ഈ നാട്ടിൽ കഴിഞ്ഞ 4 പതിറ്റാണ്ടിലധികമായി 5 പതിറ്റാണ്ടോളമായി ഈ നാട്ടിൽ വളരെ സജീവമായി ജനങ്ങൾക്കിടയിൽ പൊതുപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നാടിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളാണ്. മറ്റൊന്ന്, കണ്ണൂരിൽ നിന്നും കഴിഞ്ഞ തവണ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള MP, കേരളത്തിലെ ഏറ്റവും മാർക്ക് കുറഞ്ഞിട്ടുള്ള MP-മാരിൽ ഒരാളാണ് എന്ന് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. സാധാരണ പരീക്ഷ എഴുതുമ്പോൾ 75% മാർക്കുണ്ടെങ്കിലേ അറ്റൻഡൻസ് ഉണ്ടെങ്കിലേ പരീക്ഷ എഴുതാൻ വേണ്ടി പറ്റുമെന്ന് ചില സർവകലാശാലകൾ മാനദണ്ഡം വെക്കാറുണ്ട്. അങ്ങനെ ഒരു മാനദണ്ഡം തെരഞ്ഞെടുപ്പിൽ വെച്ചിരുന്നെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കണ്ണൂരിലെ UDF-ന്റെ സ്ഥാനാർത്ഥിക്ക് പറ്റുമായിരുന്നില്ല. ഇത്രമാത്രം ഇന്ത്യൻ ജനാധിപത്യം അപകടത്തെ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ 5 വർഷത്തിനിടയിൽ 19 തവണ മാത്രം സംസാരിക്കുവാൻ വേണ്ടി പാർലമെന്റിൽ എഴുന്നേറ്റ് നിന്നിട്ടില്ല. കണ്ണൂരിന്റെ പ്രധാനപ്പെട്ട ഒരു വിഷയങ്ങളും കണ്ണൂരിന്റെ മറ്റു പശ്ചാത്തല സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ടതാകട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒന്നും ഇടപെടാൻ വേണ്ടിയിട്ട് തയ്യാറാകാതിരുന്ന 5 വർഷം കണ്ണൂരിന് നഷ്ടപ്പെടുത്തിയിട്ടുള്ള ഒരു ദൃശ്യം പോലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ എന്ന് പറയുന്ന സമര പാരമ്പര്യങ്ങളുടെ നാടായിട്ടുള്ള ഈ നാട്ടിൽ നിന്നും ഇന്ത്യൻ പാർലമെന്റിലേക്ക് പോകേണ്ടത് മതനിരപേക്ഷതക്കൊപ്പം അടിയുറച്ച് നിൽക്കുന്ന ഈ നാട്ടിലെ സാധാരണക്കാരന് വേണ്ടിയിട്ട് അവസാന ശ്വാസം വരെ പൊരുതുവാൻ വേണ്ടി തയ്യാറായിട്ടുള്ള കണ്ണൂരിന്റെ മനസ്സറിയുന്ന കണ്ണൂരിന്റെ വികസന സ്വപ്നങ്ങളെ വളരെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്ന ഒരാളായിരിക്കണം എന്നുള്ളത് കൂടിയാണ് സഖാവ് M.V. ജയരാജന്റെ സ്ഥാനാർത്ഥിത്വത്തിന്റെ പ്രത്യേകത.